നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ വൈദ്യർ സെൽവരാജ് മൂപ്പനാറാണ്. എല്ലാവർക്കും അറിയാം, എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും. എൻ്റെ വീഡിയോ കാണുന്നവർ ദയവ് സെഞ്ച് എൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് വരെ ഒന്ന് കാണുക, എങ്കിലേ ഞാൻ പറയുന്നതെല്ലാം മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്തെന്ന് പറഞ്ഞാൽ കുറച്ച് കണ്ടിട്ട് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതാണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം. ദയവസെഞ്ച് കാണുന്നവർ നല്ല രീതിയിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്കിത് വേണോ വേണ്ടെങ്കിലും തീരുമാനിക്കാം. ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒടിവ്, ചതവ്, ഉളുക്ക്, തേയ്മാനം ഇങ്ങനെയുള്ള എന്ത് പ്രശ്നങ്ങൾക്കാണ് ഞാൻ ഇത് അസ്ഥി സംബന്ധമായി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, അതായത് നിങ്ങൾ ആദ്യം ആശുപത്രിയിൽ പോവുക, പ്രശ്നമില്ല. നിങ്ങൾ ആശുപത്രിയിൽ പോയിട്ട് നിങ്ങൾക്ക് ഒടിവ്, ചതവ് ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം എന്ന് ഡോക്ടർ പറയുകയാണ്. പക്ഷേ നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ മാത്രം എന്നെ സമീപിക്കുക. അങ്ങനെയുള്ള ഡോക്ടർ മാത്രം നിങ്ങൾ എന്നെ സമീപിക്കുക. നിങ്ങൾക്ക് ഞാൻ ഓപ്പറേഷൻ ചെയ്യാതെ ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഈ അസ്ഥി സംബന്ധമായ രോഗം, നരമ്പ് സംബന്ധമായ രോഗങ്ങൾ മാറ്റിത്തരാൻ കഴിയും. ഈ നരമ്പ് സംബന്ധമായിട്ട് ഈ പെരുപ്പ്, കിളപ്പ്, ഈ നടുവേദന, അങ്ങനെയുള്ള ഈ അസ്ഥി, അതായത് നരമ്പ് നെരിഞ്ഞിരിക്കണം, അസ്ഥിക്കകത്ത് നെരിഞ്ഞിരുന്ന് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. അതിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറയും. എന്നാൽ ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ അതിനെ നമുക്ക് സുഖപ്പെടുത്താൻ കഴിയും. അങ്ങനെയുള്ള വിഷയങ്ങൾ മാത്രം എന്നെ നിങ്ങൾ സമീപിക്കാം. എന്നെ വന്ന് കണ്ട് ഇങ്ങനെയുള്ള കേടുകളുണ്ടെങ്കിൽ മാത്രം. അത് നമ്മളെടുത്ത് വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നല്ല ഇത്തിരി ചാർജാവും. ഒരു ദിവസത്തേക്ക് തന്നെ നമ്മൾ കുറഞ്ഞത് ഒരു 41 ദിവസങ്ങളിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും, എന്തെങ്കിലും പ്രശ്നങ്ങൾ തീർത്തു തരുകയാണെങ്കിൽ. അത് 21 മുതൽ 41 ദിവസമാണ് നമ്മൾ കണക്ക് പറയുന്നത്. പിന്നെ 90 ദിവസത്തിന് കൂടുതൽ ഒരു ചികിത്സ എത്ര വലിയ കേടാണെങ്കിലും 90 ദിവസത്തിനകത്ത് തീർക്കാൻ കഴിയും. 90 ദിവസത്തിന് പുറത്ത് നമുക്ക് എത്ര വലിയ കേടായിരുന്നാലും 90 ദിവസത്തിന് പുറത്ത് പോകണ്ട. കാര്യം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ മരത്തിന്ന് പണ്ട്, ഇപ്പോഴല്ലേ നമ്മൾ ഈ പറഞ്ഞ കണക്കിന് ഈ ഇതൊക്കെ ഉള്ളത്, ഈ ആക്സിഡൻ്റ് ഇങ്ങനെയൊക്കെ വന്ന് കൈയോട് ചതവൊക്കെ വരണത്. മറ്റേ പണ്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ മരത്തിയിരുന്ന് വിലും. പഴയ കാലത്ത്, അതായത് ഞങ്ങൾ കൊച്ചുനാളിലേക്ക് മരത്തിയിരുന്ന് വീഴുന്ന് ഒടിഞ്ഞ് അങ്ങനെ ഒടിഞ്ഞ് നൊരുങ്ങിയ ആളുകൾ ഇന്ന് എങ്ങനെ ആക്സിഡൻറ്റിൽ എന്തൊക്കെ സംഭവിക്കുന്ന ഇതെല്ലാം അന്നത്തെ കാലത്ത് ഈ മരത്തിരുന്ന് വിടുന്ന് സംഭവിക്കും. പുരിയുക, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ആണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സുഖപ്പെടുത്തിയിട്ടുള്ളത്. അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ നാട്ടു ചികിത്സ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ കണക്ക് അലോപ്പതി, ആയുർവേദം അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള ചികിത്സ ഒന്നും ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആയുർവേദം എന്ന് പറയുന്നത് നാട്ടു ചികിത്സയാണ്. ഇപ്പം അത് ആയുർവേദമായി മാറിയേ ഉള്ളൂ. അന്നത്തെ കാലത്ത് നാട്ടു ചികിത്സയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നാട്ടു ചികിത്സ എന്ന് വെച്ചാൽ നാച്ചുറൽ മരുന്ന് എന്ത് കൊടുത്താലും നാച്ചുറലായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് അന്ന് കഴിക്കുന്ന പച്ചലയാണെങ്കിൽ ഉരുട്ടി പച്ചല ചാരെടുത്ത് കൊടുക്കും. അതല്ലെങ്കിൽ പച്ചല അരച്ച് ഉരുട്ടി ഈ ഇങ്ങനെ ഉരുള കണക്ക് ഉരുട്ടി അതിനെ ഈ കഞ്ഞി വെള്ളത്തിലോ കാടി വെള്ളത്തിലോ ഉറച്ച് കഴിക്കാൻ പറയും. ഇങ്ങനെയായിരുന്നു അന്നത്തെ മരുന്ന് എന്ന് പറഞ്ഞാൽ. നമ്മളെ മരുന്നെന്ന് പറയുമ്പോൾ ഒരുപാട് ദിവസത്തേക്ക് ഇരിക്കില്ല, ചീത്തയായിപ്പോവും. മരുന്നുകളൊക്കെ ചീത്തയായിപ്പോവും. നമ്മളെ മരുന്നെന്ന് പറയുന്നത് കുറച്ച് കൂടിപ്പോയാൽ ഒരു ദിവസം തന്നെ ഇരിക്കുള്ളൂ. പുറത്ത് വെച്ചിരിക്കുക, നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് വയ്ക്കാതെ പുറത്ത് വെച്ചിരുന്നാൽ ഒരു ദിവസം ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ പുളിച്ചു പോകും. നമ്മൾ എങ്ങനെ ഒരു ഭക്ഷണ സാധനങ്ങൾ ദിവസം പുളിച്ചു പോകണം, അതേ കണക്ക് നമ്മൾ മരുന്ന് ഒറിജിനൽ നാട്ടു ചികിത്സയിലുള്ള മരുന്നുകൾ ഒരു ദിവസത്തിനകത്ത് പുളിച്ചു പോകും. ഇതാണ് യഥാർത്ഥ സംഭവം. ഇതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ മരുന്ന് വേണം എങ്കിൽ നിങ്ങൾ നാട്ടു ചികിത്സ ഞങ്ങളെ വൈദ്യശാലയിൽ വന്നാൽ മാത്രമേ നാച്ചുറൽ മരുന്ന് കിട്ടുള്ളൂ. അല്ലാതെ കെമിക്കൽ ചേർത്തതേ കിട്ടുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അലോപ്പതി കടയിൽ നമ്മൾ പോയെന്ന് കഴിഞ്ഞാൽ അവർ ഒരു മരുന്ന് എത്രയോ വർഷങ്ങൾ വരെ ഇരിക്കും. അതേസമയം ആയുർവേദ കോളേജിൽ പോയി കഴിഞ്ഞാൽ ആയുർവേദ കോളേജിൽ ആയുർവേദമായിട്ട് കൊടുക്കുന്ന മരുന്നുകളും ഗുളിക അങ്ങനെയൊക്കെയാണ് ഇന്ന് ഇറക്കുന്നത്. അലോപ്പതിയിൽ ആ മെത്തേഡിലാക്കി ആയുർവേദം.
ശരിക്കും പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ കഷായമായിട്ടേ കൊടുക്കാൻ ഒക്കുള്ളൂ, അല്ലെങ്കിൽ ഈ ഗുളിക ഉണക്കി വെച്ചിട്ട് ഉറച്ച് കഴിക്കേണ്ടതായിരിക്കും. അങ്ങനെ ഉള്ളതൊക്കെ മാത്രമാണ് യഥാർത്ഥ നേച്ചുറൽ ആയുർവേദമായിട്ട് മാറും. മറ്റേന്ന് പറഞ്ഞാൽ അതിൻ്റെ കെമിക്കൽ ചേർത്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ഇരിക്കില്ല, ചീത്തയായി ചീത്തയാവാതിരിക്കാൻ വേണ്ടി കെമിക്കൽ ചേർക്കും. അപ്പോൾ പിന്നെ ഈ മരുന്നിൻ്റെ ഗുണം ഈ ചീത്തയാവാതിരിക്കാൻ വേണ്ടി ചേർക്കുന്ന കെമിക്കൽ നമ്മൾ ഈ മരുന്നിൻ്റെ ഗുണത്തിനെടുത്ത് മാറ്റിക്കളയും. അങ്ങനത്തെ മരുന്ന് കഴിച്ചിട്ട് യാതൊരു പ്രയോജനമില്ലായിരിക്കും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് പച്ചില മരുന്നുകളൊക്കെ ഇങ്ങനെയാണ്. അപ്പം നാട്ട് ചികിത്സയാണ്. അപ്പോൾ നമ്മളെപ്പോലെ ഉള്ളവരടുത്ത്, ഞാൻ കൊച്ചുനാളിലെ എൻ്റെ അപ്പൂപ്പൻ്റെ അടുത്ത് നിന്ന് ഈ ചനഞ്ചാക്കുണ്ടല്ലോ, ചനഞ്ചാക്ക്, അന്നത്തെ ചനഞ്ചാക്കിൽ 4 മൂലയിലും കെട്ടി ആളുകളെ കിടത്തി എന്ന് പറഞ്ഞാൽ ഈ മരത്തിരുന്നൊക്കെ ഒടിഞ്ഞ് ആയി പോകുന്നവരെ ഇതിൽ പിന്നെ ഈ ചനഞ്ചാക്കിലെ കിടത്തി കയറ് കെട്ടി കമ്പിൽ എടുത്തുകൊണ്ട് വരുമായിരുന്നു. എൻ്റെ കൊച്ചുനാളിൽ എൻ്റെ അപ്പൂപ്പൻ്റെ അടുത്ത് ഇങ്ങനെയായിരുന്നു ആളുകളെ കൊണ്ടുവരുന്നത്. കാര്യം അന്ന് ഈ ആശുപത്രിയിൽ അത്ര ഫേമസൊന്നുമില്ല, എത്ര സീരിയസ് എന്ന് നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ടേ വരുള്ളൂ. അന്ന് വൈദ്യന്മാർ പറയുന്നതാണ് പിന്നെ അവസാന വാക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ വൈദ്യരെ അത്രയ്ക്ക് അന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്നങ്ങനെ വിശ്വാസമില്ല. ഇന്ന് പറഞ്ഞവർക്ക് ഇന്ന് ഞാൻ ചെയ്യും, ഇന്ന് എന്തെങ്കിലും സംഭവിച്ച് ഉടനെ പറയുകയാണെങ്കിൽ ഞാൻ എക്സ്റേ എടുത്തതിന് ശേഷമേ നോക്കുകയുള്ളൂ. പണ്ട് പിന്നെ എക്സ്റേ എടുക്കണ്ട, നമ്മൾക്ക് ഇപ്പം എനിക്ക് പിന്നെ ശരിക്കും പറഞ്ഞാൽ രോഗിയുടെ എന്തുകൊണ്ടാണ് ഈ രോഗം ഇങ്ങനെ വന്നതെന്നുള്ളത് എനിക്ക് നാടി നോക്കുമ്പോൾ അറിയാൻ പറ്റും. പക്ഷെ അത് നിങ്ങളെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ അവസാനം ഇന്നത്തെ കാലത്ത് ശരിയാവില്ല. അപ്പോൾ ഇന്ന് ചെയ്യും, ഇന്ന് ടെസ്റ്റുകൾ ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബോധ്യമായി. ഈ ലാബ് ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇന്ന വൈറസ് കയറിയിരിക്കണം, ഇന്ന പ്രശ്നം കിടക്കണം, അല്ലെങ്കിൽ ഇന്ന ഇടത്തിൽ ഇന്ന് പൊട്ടലുണ്ട്, അല്ലെങ്കിൽ പിന്നെ എലിമെൻ്റ് പോയി എന്നുള്ള ഇതിലൊക്കെ കറക്റ്റായിട്ട് നിങ്ങളടുത്ത് പറയണമെങ്കിൽ ഈ എക്സ്റേ കൊണ്ടുവന്നാൽ നമുക്ക് പറയാൻ പറ്റും. അതൊരു തെളിവാണ്. ഇതിനു വേണ്ടിയാണ് എക്സ്റേ എടുക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അറിയാൻ പിന്നെ ഇത് പൊട്ടലുണ്ട് എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ തന്നെ ഇപ്പോൾ കട്ടുറാറില്ല. ഞാൻ ആർക്കും എന്തെങ്കിലും സംഭവിച്ച് ഉടനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പറ്റില്ല. കാരണം ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ ആശുപത്രിയിൽ പോവുക. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം ആശുപത്രിയിൽ പോവുക. ആശുപത്രിയിൽ പോയി ചെയ്യേണ്ടത് ചെയ്യുക. ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ മാത്രം, ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ അവർ പറഞ്ഞ് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതല്ല, നിങ്ങൾക്ക് ആ ഓപ്പറേഷൻ ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ താല്പര്യമില്ല എന്നാൽ ഓപ്പറേഷൻ ചെയ്യാതെ ഈ രോഗം മാറ്റാൻ മാറ്റണമെന്നുള്ള അങ്ങനെയുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ എൻ്റെ അടുത്ത് വരേണ്ടത്. എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല പൈസയാവും. കാര്യം ഒരു ദിവസത്തെ ചാർജ് തന്നെ 2200 രൂപയാവും. ഒരു ദിവസത്തെ ഫീസ് തന്നെ. അത് ചിലപ്പോൾ 21-41 ദിവസമൊക്കെ ചെയ്യേണ്ടി വരും. ഇതിനെ പൂർണ്ണമായി മാറ്റിത്തരും. അതിനൊന്നും വിഷമിക്കേണ്ട. ഇത് കൂടിപ്പോയാൽ 3 മാസത്തിനകത്ത് എങ്ങനെയുള്ള നിങ്ങൾ അസ്ഥി പ്രശ്നങ്ങൾ, നരമ്പ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ സുഖപ്പെടുത്താൻ കഴിയുമെങ്കിൽ സുഖപ്പെടുത്തി തരും. അത് ഓക്കെയാണ്. ചിലപ്പോൾ ഈ നാട്ടു ചികിത്സ ആയതുകൊണ്ട് 3 വർഷം കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ. അത് ഒരു വർഷത്തിൽ ഒരിക്കൽ വന്ന് നിങ്ങളിത് ചെയ്താൽ മതിയാവും. അല്ലാതെ പിന്നെ ഈ രോഗം മാറാതിരിക്കില്ല. അതിപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് വരുന്നവർക്ക് ഓരോ ദിവസവും റിസൾട്ട് അറിയാൻ പറ്റും. ഓരോ ദിവസവും നിങ്ങൾ എൻ്റെ അടുത്ത് ചികിത്സിക്കുന്ന ആര് വന്ന് എൻ്റെ അടുത്ത് ചികിത്സിച്ചാലും ശരി, എന്ത് പ്രശ്നങ്ങളായിട്ട് വന്ന് ചികിത്സിച്ചാലും ശരി, ഓരോ ദിവസവും അതിൻ്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കും. ആ റിസൾട്ട് കണ്ടിട്ട്, അതായത് നിങ്ങൾ വന്ന് 1-2 ദിവസം തന്നെ നിങ്ങൾക്ക് വന്ന് അന്ധവിശ്വാസത്തോടെ അതെന്ന് പറഞ്ഞാൽ മാറുമോ ഇല്ലയോ എന്നുള്ള ഒരു വിശ്വാസമില്ലായ്മ ഉള്ള രീതിയിൽ വന്ന് ചികിത്സിക്കണമെങ്കിൽ 1-2 ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും. നിങ്ങൾ പല സ്ഥലത്തും പോയിട്ടുണ്ടാവും, പക്ഷേ നമ്മളടുത്ത് വരും വന്ന് ചികിത്സിക്കുന്നവർ കൂടിപ്പോയാൽ 1-2 ദിവസത്തിനകത്ത് തന്നെ அந்த റിസൾട്ട് എല്ലാവർക്കും അറിയാൻ പറ്റും. കാരണം എൻ്റെ അടുത്ത് ഞാൻ ചികിത്സിച്ചിട്ടുള്ളവരെല്ലാം എനിക്ക് ഹിറ്റ് വാങ്ങിച്ചു തരാത്ത പോകുന്നവരില്ല. കാര്യം ഇതാണ്ട ഈ വാച്ചൊക്കെ ഓരോരുത്തർ വാങ്ങിച്ചു തന്നതാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 10-30,000 രൂപ 35,000 രൂപ വിലയുള്ള സാധനമാണ്. സീക്കോ പൈ എന്ന് പറയും, പണ്ടത്തെ ആട്ടം വേട്ടിക്കാണ്. അതെല്ലാം ഓരോരുത്തരും നമുക്ക് സംഭാവന ചെയ്യുന്നതാണ്. അത് എനിക്ക് എൻ്റെ അടുത്ത് ഈ കമ്മൽ ഇതൊക്കെ ഈ സ്വർണ്ണ കമ്മലാണ്. ഈ കമ്മലെല്ലാം ഓരോരുത്തർ സംഭാവന ചെയ്യുന്നതാണ്.
കാര്യം അവർ പല വലിയ വലിയ ആശുപത്രികളിൽ പോയി ചികിത്സിച്ച് ഒന്നും നടക്കാതെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് തിരിച്ചു വന്ന് നമ്മളടുത്ത് വന്ന് സുഖപ്പെട്ടിട്ട് പോകുമ്പോഴത്തേക്ക് അവർക്ക് അത്രയ്ക്ക് വലിയ സന്തോഷം ഉണ്ടാകും. ആ സന്തോഷത്തിൽ എനിക്ക് സംഭാവന ചെയ്തിട്ടേ പോയിട്ടുള്ളൂ. അത് എൻ്റെ അടുത്ത് വരണവർക്ക് അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഒരു വരണമെങ്കിൽ 1-2 ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. എൻ്റെ അടുത്ത് വന്ന് ചികിത്സിക്കുന്നവർക്ക് കൂടിപ്പോയ 5 ദിവസത്തിനകത്ത് അതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് അറിയാം. റിസൾട്ട് അല്ലെങ്കിൽ അതിനെ കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമേ ഇല്ല. അത് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ഇപ്പോൾ 1-2 ദിവസത്തിന് മാത്രമേ നമ്മൾ പറയുന്നതിനനുസരിച്ച് ചെയ്യേണ്ടത്. ബാക്കിയുള്ള ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെയ്യാതെ മതി എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് അങ്ങനെയാണ് ഇതിൻ്റെ. പിന്നെ ഇത്രയും ദിവസം ചെയ്താലേ അതും പൂർണ്ണമായി മാറുകയുള്ളൂ. 1 ദിവസം 2 ദിവസം ഒന്ന് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി മാറത്തില്ല. എല്ലാവരും പറയും ഇവിടെ ഇപ്പം ഈ യൂട്യൂബൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതാണ്ട് അങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് അങ്ങനെ പിടിച്ച് ഇങ്ങനെ തിരുപ്പി എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് എന്താ മാറി എന്ന് പറയും. അത് അപ്പോഴത്തേക്ക് പറയും. അവസാനം അതിൻ്റെ ഊപ്പാട് വരും അവരുടെ ജീവിതത്തിൽ. രോഗം മാറില്ല. അപ്പോഴത്തേക്ക് ഒരു ആശ്വാസം കിട്ടുമായിരിക്കും. അപ്പോഴും ഈ പറഞ്ഞ കണക്കിന് നല്ല കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് പോകും. അവസാനം പിന്നീട് ചെന്ന് ഒരു 5-6 മണിക്കൂർ, അതായത് 2 ദിവസം കഴിയുമ്പോഴായിരിക്കും ഇത് പിന്നെ ഇതിൻ്റെ നീര് കയറി അങ്ങോട്ട് തുടങ്ങണത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതൊക്കെ എല്ലാവരും അനുഭവിച്ചിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. അതുകൊണ്ട് 1-2 ദിവസത്തിനകത്ത് അത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 10 ദിവസത്തിനകത്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം വെറുതെയാണ്. നമ്മളടുത്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ 21 ദിവസമെങ്കിലും വേണം. 21 ദിവസം, 41 ദിവസം, 3 മാസം. ഈ 3 മാസത്തിനകത്ത് എന്തായാലും പൂർണ്ണമായും മാറ്റാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ അത്രയ്ക്കും ചിലവാക്കി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമേ എൻ്റെ അടുത്തൊന്ന് ചികിത്സിക്കാവൂ. ദയവുസെഞ്ച് അല്ലാതെ പിന്നെ വന്ന ഉടനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾ ദയവുസെഞ്ച് നല്ല വലിയ സന്തോഷമായിട്ട് നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ മാത്രം വന്ന് എന്നെ ഒന്ന് സമീപിക്കുക. അടുത്തുള്ള എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്തുള്ള ആശുപത്രിയിലോ വൈദ്യരുടെ അടുത്തുള്ളവരുടെ അടുത്ത് കൊണ്ടുപോവുക. അവരെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ മാത്രം എന്നെ വന്ന് ഇവിടെ വന്ന് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്ത് ആളെ മാത്രമേ എനിക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടി വരും. അതിനൊക്കെ നല്ല സമയം. ഇപ്പോൾ എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരാഴ്ചയെങ്കിലും സമയം എടുക്കേണ്ടി വരും. കാര്യം ഒരാഴ്ചയെങ്കിലും ഡേറ്റ് കിട്ടാൻ താമസിക്കും. അങ്ങനെ ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ടേ നമുക്ക് ഇവിടെ ഒന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വന്നാൽ ഉടനെ നമുക്ക് ചികിത്സിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ വന്ന് പിന്നെ അതുകൊണ്ട് നിങ്ങൾ നേരത്തെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇവിടെ ചികിത്സ ശരിയാക്കാനുള്ളൂ. അത് ഒരാഴ്ച സമയമെങ്കിലും വേണ്ടി വരും. അല്ലാതെ വന്നാൽ ഉടനെ നമ്മൾ ചികിത്സിക്കില്ല. വന്ന് നോക്കിയിട്ട് ഇത് എന്താണ് കംപ്ലൈൻറ്റ് അതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം അത് ഇത്ര ദിവസത്തിനകത്ത്. അപ്പോൾ അത് ചിലപ്പോൾ നമുക്ക് സമയം നമ്മളടുത്ത് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അപ്പോൾ അവരുടെ ഇത് ഒളിവ് കിട്ടുന്നതനുസരിച്ചാണ് അടുത്ത ആളിന് പുതിയ ആളിന് നമ്മൾ അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പേ നമ്മൾ വന്ന് കണ്ടാൽ മാത്രമേ ഈ ചികിത്സ നിങ്ങൾക്ക് ഫലപ്രദമായിട്ട് ചികിത്സ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള താല്പര്യമുള്ളവർ മാത്രം, അത്രയ്ക്കും താല്പര്യമുള്ളവരും അങ്ങനെയുള്ളവർ മാത്രമാണ് നമ്മുടെ അടുത്ത് വന്ന് സമീപിക്കേണ്ടത്. സാധാരണ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി എന്തെങ്കിലുമൊക്കെ അപ്പോഴത്തേക്ക് എന്തെങ്കിലും കാട്ടിക്കൂട്ടുമ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്ത് എന്തെങ്കിലും കാട്ടിക്കൂട്ടി വയ്ക്കുകയില്ല. നമ്മളിവിടെ വന്ന് നിങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ രോഗം മാറ്റി കൊടുക്കാനുള്ള ആ കഴിവുണ്ടായിട്ടാണ് നമ്മൾ ഏറ്റെടുക്കുകയുള്ളൂ. നിങ്ങൾ ആദ്യം വന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. രോഗി ആദ്യം നമ്മൾ നേരിട്ട് വന്നാൽ മാത്രമേ കണ്ട് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. രോഗി വരാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. രോഗിയെ കൊണ്ടത് കാണിച്ചാൽ മാത്രമേ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പറയാൻ പറ്റും. അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത്ര ദിവസത്തിനകത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയാൻ പറ്റും. അത് ഇതുപോലെ ആക്സിഡൻറ്റ് പറ്റി ഇങ്ങനെയുള്ള സംഭവങ്ങൾ അസ്ഥി സംബന്ധമായിട്ട് നരമ്പ് സംബന്ധമായിട്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ധൈര്യമായിട്ട് വന്നോളി, കുഴപ്പമില്ല. ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ നമുക്ക് സുഖപ്പെടുത്തി മാറ്റാൻ പറ്റും. സുഖപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് താല്പര്യമുള്ളവർ വന്ന് ചെയ്യുക. എല്ലാവർക്കും അതുകൊണ്ട് എല്ലാവർക്കും നന്ദി. ഇനി ഞാനൊന്ന് വീഡിയോ നീട്ടാതെ ഒരുപാട് നീണ്ടുപോയ ആളുകൾ കാണുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. അതുകൊണ്ട് ചെറിയ വീഡിയോ ആക്കി ഇടാൻ ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് നന്ദി, നമസ്കാരം.